സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പച്ചപ്പുല്ലിൻ്റെ മുൻപിൽ നിരാഹാരം അനുഷ്ഠിക്കുവാൻ ഒരു പശുവിനും സാധിക്കില്ല. അതുപോലെ അയൽപ്പക്കത്തെ ചക്കിപ്പൂച്ചയ്ക്ക് ഭംഗിയില്ലെന്ന് പറഞ്ഞ് ഒരു കണ്ടൻ പൂച്ചയും വേലി കെട്ടാതിരിക്കാൻ തീരുമാനിക്കുന്നില്ല. എന്നാൽ ജോണിനും ഷേർലിക്കും നിരാഹാരം വ്രതവും ബ്രഹ്മചര്യവും എടുത്ത് നടപ്പിലാക്കുവാൻ സാധിക്കും. അവിടെയാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സിദ്ധി, സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി പെരുമാറുവാനുമുള്ള അവൻ്റെ കഴിവാണ് അവനെ വ്യത്യസ്തനാക്കുക. ഈ ചിന്ത തന്നെയാണ് അസ്തിത്വ ചിന്തകനും നാസ്തികനുമായ സാർത്ര വിശേഷിപ്പിക്കുക. മനുഷ്യൻ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മാൻ ഈസ് കണ്ടംൻഡ് ടു ബി ഫ്രീ. ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങൾ, എൻ്റെ സ്വാതന്ത്ര്യവും അവരെൻ്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സംഘർഷത്തിലാകുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരൻ അതിനായിട്ട് പരിശ്രമിക്കുന്നു, സംഘർഷമുണ്ടാകുന്നു, സ്വാതന്ത്ര്യം പൂർത്തീകരിക്കപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ടാണ് സാർത്ര പറയുക, ഈ സ്വാതന്ത്ര്യം എന്നുള്ള വികാരം ശക്തമായി വന്ന് പൂർത്തീകരിക്കപ്പെടാതെ അത് പോകുന്നു. മനുഷ്യൻ ഉപയോഗശൂന്യമായ വികാരമാണ്. മാൻ ഈസ് എ യൂസ്ലെസ് പാഷൻ. ഇതൊരു നിഷേധ ചിന്തയുടെ രീതിയാണ്. എന്നാൽ ഇതിനെ വെല്ലുവിളിക്കുന്നവരുണ്ട്. മനുഷ്യാസ്തിത്വം പരോന്മുഖമാണെന്നും അപരനെ ത്വക്കിൽ പേറുന്നവനാണ് ഓരോ വ്യക്തിയെന്നും ആ അപരനോടുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകരും ഉണ്ട്. ലിബിനാസിനെ പോലെയുള്ള ചിന്തകർ അതാണ് പറയുക. അപരനെ കൂടാതെ എനിക്ക് അസ്തിത്വമില്ല. എൻ്റെ അസ്തിത്വം പൂർണ്ണമാകുന്നത് അപരനിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുക ത്വക്കിൽ പേറുന്ന അപരനെ കുറിച്ച്. അങ്ങനെയുള്ള ഒരു ചിന്താധാര സ്വാതന്ത്ര്യത്തിന് ലഭിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നീങ്ങുകയാണ്. അവരനോട് എനിക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഈ എൻ്റെ സ്വാതന്ത്ര്യം. അവരെൻ്റെ മുഖം വെല്ലുവിളിയായിട്ട് എന്നെ ഈ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം ആ ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ചെന്നെത്തുകയാണ്. അവിടെയാണ് അദ്ദേഹം തന്നെ പറയുക, അപരൻ്റെ മുഖം ആദിവേദമാണ്. അപരൻ്റെ മുഖത്തോടു കൂടിയുള്ള യാത്രയിലാണ് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്ന്. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കലർന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തയാണ് നമുക്കാവശ്യം. സ്വാതന്ത്ര്യമില്ലാത്തവൻ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം പേറുന്നില്ല. അതവന് ആശ്വാസം നൽകുന്നുണ്ട്. കാരണം വെറും ആടുകളെയും മേടുകളെയും പോലെ അടിമയായിട്ട് മറ്റുള്ളവരെ അനുസരിച്ചങ്ങ് കഴിഞ്ഞാൽ മതി. എന്നാൽ അതല്ല സ്വാതന്ത്ര്യം. മനുഷ്യത്വത്തിൻ്റെയും ആത്മീയതയുടെയും ചിന്താധാരകളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരിനോടുള്ള വെറും ഉത്തരവാദിത്വം മാത്രമല്ല, അവരന് വേണ്ടിയിട്ടുള്ള എൻ്റെ നിലപാടുകൾ എടുക്കുന്നതും കൂടിയാണ്. ആധ്യാത്മികതയും മനുഷ്യത്വമൊക്കെ ഉത്തരവാദിത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കണ്ണാടി നോക്കി ജീവിക്കലാണ്. അവിടെയാണ് നാം പറയുക, ഈ ചിന്ത വെറും ഒരു ആശയമായിട്ട് അവശേഷിക്കേണ്ടതല്ല, നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടുത്തേണ്ട ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തയാണ്. എന്ന് മാതാപിതാക്കൾ മക്കളോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വം ഉരുത്തിരിയുന്ന സ്വാതന്ത്ര്യ അവബോധവും ഇല്ലാതെ നീങ്ങുമ്പോൾ, എന്ന് മക്കൾ മാതാപിതാക്കളോട് ഉത്തരവാദിത്വ ബോധമില്ലാതെ സാർത്രൻ്റെ രീതിയിൽ തൻ്റെ സ്വാർത്ഥതയുടെ അടിമകളായി മാറുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്ത ആഴപ്പെടുത്തട്ടെ എന്നാണ് ഈ സമയം ഞാൻ ചിന്തിക്കുക. ഇന്ന് ഭാരതം 77ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നീങ്ങുകയാണ്. സാമ്പത്തിക, മതപരമായ, വ്യക്തിപരമായ സ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുക. തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ഇന്ന് വാസ്തവത്തിൽ ഇനിയും സ്വതന്ത്രരല്ലാത്ത എത്ര പേരാണ് നമ്മുടെ ചുറ്റുമുള്ളത്? ഏറ്റവും അത്യാവശ്യമായ അവകാശങ്ങൾ നേടിയെടുക്കാനാകാതെ പലപ്പോഴും ജീവിതത്തിൻ്റെ വരമ്പുകളിൽ നഷ്ടചിത്തരായി നീങ്ങുകയാണ്. കടബാധ്യതകളും അതിലുപരി ജീവിക്കുവാനുള്ള മിനിമം സൗകര്യങ്ങളും പോലും ഇല്ലാത്ത വലിയൊരു ജനവിഭാഗത്തിൻ്റെ കണ്ണീരിന് മുൻപിലാണ് നാം. എന്നിട്ടും തികച്ചും കിരാതമായ ഒരു സ്വേച്ഛാധിപത്യ സംവിധാനത്തിൻ്റെ നേതൃത്വ നിരയാണ് പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ വെല്ലുവിളിക്കുവാനും പ്രതികരിക്കുവാനും പോലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് നാം. ഇനിയും നാം ഉണരേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം കൂടി ആഘോഷിക്കുന്ന പുണ്യദിനമാണ്. നസ്രസിലെ ആ സാധാരണ കുടുംബത്തിലെ മേരി എന്ന യുവതിയുടെ അടുത്ത് മേരിയുടെ സമ്മതം ചോദിച്ചുകൊണ്ട് ദൈവം തൻ്റെ മാലാഖയെ അയക്കുന്നു. ഒരു സാധാരണ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്ന ഉത്തരം കാത്തിരിക്കുകയാണ് ദൈവം. എല്ലാ മനുഷ്യരെയും ആദരിക്കുന്ന, എല്ലാ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ദൈവം. മറിയം അത് ശരിയായി തന്നെ വിനിയോഗിച്ചു. മറിയത്തിൻ്റെ ജീവിതം ഈ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുന്ന ഒരു അടിമത്ത ഭാവമായിരുന്നില്ല. തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ ദൈവഹിതം നിറവേറട്ടെന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രഖ്യാപിച്ചുകൊണ്ട സ്വർഗീയ രാജ്ഞിയായി മാറുക. ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഉള്ളൊഴുക്ക്. ആ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഇതിവൃത്തവും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഉള്ളൊഴുക്കിൽപ്പെട്ട ഏതാനും കഥാപാത്രങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ ജീവിതത്തിൻ്റെ ഉള്ളൊഴുക്കിനെ തരണം ചെയ്ത് പ്രത്യാശയിലേക്ക് നീങ്ങുന്ന അമ്മയും മകളും. മേരിയുടെ ജീവിതത്തിലും ഉള്ളൊഴുക്കുകൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കുന്തിരക്കമുള്ളിടത്താണ് ദൈവമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ലോകത്തിൽ ചാണകത്തിൻ്റെ മണമുള്ളിടത്ത് ദൈവമുണ്ടെന്ന് പഠിപ്പിച്ചവളാണ് മേരി. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെ നീങ്ങിയപ്പോൾ ആ യുവതിയുടെ സ്വപ്നം തകർന്നു പോയിട്ടുണ്ട്. പ്രതീക്ഷകൾ പൂർത്തീകരിക്കാനാകാതെ പോയിട്ടുണ്ട്. സ്വപ്നങ്ങൾ തകർന്നപ്പോഴും പ്രതീക്ഷകൾ മങ്ങിയപ്പോഴും കണക്കുകൂട്ടുകൾ തെറ്റിയപ്പോഴും ആ ജീവിത ഉള്ളൊഴുക്കിലെല്ലാം മേരി ദൈവത്തോട് ചേർന്ന് നിന്നു. അതായിരുന്നു മേരിയുടെ സ്വാതന്ത്ര്യം. തന്നിലുള്ള ദൈവാംശത്തെ, ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുക. പ്രിയ സഹോദരരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേരി നൽകുന്ന ഈ പുണ്യ സ്വാതന്ത്ര്യ ചിന്ത നമുക്ക് ശക്തിയായി മാറട്ടെ. നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റുമ്പോഴും പ്രതീക്ഷകൾ മങ്ങുമ്പോഴും ജീവിതത്തിൻ്റെ ഈ ഉള്ളൊഴുക്കുകളിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് തമ്പുരാനിലെ നമ്മുടെ അംശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ നമുക്കാകട്ടെ.